ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ബേസിക്സ് ഓഫ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചാൽ, ഇതിൻ്റെ ബേസിക്സ് പഠിച്ചാൽ മാത്രമേ, അതിൻ്റെ കുറച്ച് ട്രിക്സും എല്ലാം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാൽക്കുലേഷൻ സ്പീഡാക്കാനും നമ്മൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാനുള്ളത് തന്നെ ഈ ബാർ ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെ എല്ലാ ചാർട്ട്സും ഉണ്ട്, ടേബിൾസ് ഉണ്ട്. സോ അതിനെപ്പറ്റി എല്ലാം നമ്മൾ സംസാരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. സോ നമുക്ക് എത്ര മാർക്സ് ആണ് ഇതിന് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അവർ കൊടുക്കുന്നതെന്ന് നോക്കാം. കാറ്റ് എക്സാമിനാണെങ്കിൽ 2 സെറ്റ് വരെ നമുക്ക് ഒരു വർഷം ചോദിക്കും. ഒരു 2 സെറ്റിൻ്റെ അകത്ത് എന്തോന്നായിരിക്കും, 8 to 10 ക്വസ്റ്റ്യൻ വരെ കാണും. ദെൻ സാറ്റ് എക്സാമിന് എത്ര വരും, 6 to 9 ക്വസ്റ്റ്യൻ വരെ വരും. ദെൻ എൻമാറ്റ് എക്സാമിന് നിങ്ങൾക്ക് 12 to 16 ക്വസ്റ്റ്യൻ വരെ വരും. അതുപോലെ തന്നെ ഈ സ്നാപ്പ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് വരെ വരും. ദെൻ നമുക്ക് SSCയും ബാങ്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നമ്മുടെ ബാങ്കിൽ നമുക്ക് 35 ക്വസ്റ്റ്യനിൽ 5 to 15 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എത്ര ക്വസ്റ്റ്യൻസ് വേണോ അവർക്ക് ചോദിക്കാം. ദെൻ SSC CGL ആയാലും CHS ആയാലും 3 to 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്ന് വരും. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് വായിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ദെൻ എല്ലാവരും നോക്കി നടക്കുന്ന കാമാറ്റ് എക്സാം, ഓൾമോസ്റ്റ് എല്ലാവരും കാമാറ്റ് എക്സാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ അവർക്ക് വേണ്ടി അവരുടെ 10 to 14 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. സിമ്പിൾ പേപ്പറാണ് കാമാറ്റൊക്കെ. ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ കാമാറ്റ് എഴുതരുത്. ഇതേപോലത്തെ കാറ്റ്, സാറ്റ്, എൻമാറ്റ്, സ്നാപ്പ്, മാറ്റ്, സിമാറ്റ്, അതേപോലത്തെ എക്സാംസ് എല്ലാം എഴുതൂ. കാമാറ്റിനെ കാട്ടി ഈസി ആയിട്ടുള്ള എക്സാംസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത് എഴുതി ഇന്ത്യയുടെ ടോപ്പ് B സ്കൂളിൽ കയറാൻ നോക്കൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്, ടോപ്പിക്സ് ടു കവർ ഫോർ ദി ഫാസ്റ്റർ കാൽക്കുലേഷൻ. നമ്മുടെ ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ബാങ്ക് ടെസ്റ്റ് ആയാലും SSC ആയാലും ഇപ്പം ഏതൊരു എക്സാം ആയിക്കോട്ടെ, ആ ഒരു എക്സാമിന് നമുക്ക് ഫാസ്റ്റ് കാൽക്കുലേഷനാണ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രിക്സിനെ പറ്റി, അതിൻ്റെ ടെക്നിക്സിനെ പറ്റി പറയും. ദെൻ സ്ക്വയേഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കും, സ്ക്വയർ. ദെൻ മൂന്നാമത് നമ്മളെ പെർസെൻറ്റേജിനെ പറ്റി നമ്മൾ സംസാരിക്കും. ഈ 3 ടോപ്പിക്സാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഇത് 3 ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തോന്ന് അറിയാമോ, യു ഷുഡ് നോ. പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം 1 to 25 വരെയുള്ള സ്ക്വയർ എന്തായാലും പഠിക്കണം. ദെൻ 1 to 15 വരെയുള്ള ക്യൂബ് എന്തായാലും പഠിക്കണം. ദെൻ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അത് പറ്റുന്ന അത്രയും പഠിക്കണം. എങ്കിലും ഞാൻ ഇത് പറയാം, ഒരു 1/2 to 1/30 വരെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം പവർ ഓഫ് 2 അപ് ടു 10 ആണ്. എന്ന് പറയുമ്പം 2⁻1 തൊട്ട് 2⁻10 വരെ നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ പവേഴ്സിൻ്റെ വാല്യൂ നമുക്ക് പലയിടത്തും ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം 2⁻10 എന്ന് പറഞ്ഞാൽ നമുക്ക് 1024 എന്ന് പറയാൻ അറിയണം. കാരണം ഇത് ഞാൻ കുറേ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാണ്. അപ്പം ഇതേപോലെ എല്ലാം പഠിക്കണം. അപ്പം നമുക്കിന്ന് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്സ് പഠിക്കാം. അപ്പം ടൈപ്പ് 1 ഞാൻ പറയാൻ പോകുന്നത് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ നമ്പർ ബൈ പവർ ഓഫ് 5. അതെങ്ങനെയാണോ നമ്മൾ ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഈ 5നെ നമ്മൾ ഒരിക്കലും ഇപ്പം 125 × 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കില്ല. അതുപോലെ തന്നെ ഇപ്പം 240 × 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പം നമ്മൾ 5ന് നമ്മൾ എന്തോന്ന് കൊടുക്കും, 10/2 എന്ന് കൊടുക്കും. 25ന് എന്തോന്ന് കൊടുക്കും, 100/4 എന്ന് കൊടുക്കും. 125ന് ഞാൻ എന്തോന്ന് കൊടുക്കും, 1000/8 എന്ന് കൊടുക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം 140 × 5 എന്ന് പറയുന്നതിന് വരെ നമ്മൾ 140 × 10/2. അപ്പോൾ ഇതും വെട്ടി എത്ര, 120. ദെൻ 1200 എന്ന് എഴുതിക്കൂടെ, എന്ത് എളുപ്പം നോക്കിയേ. ഈ പവേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 5ൻ്റെ പവർ 1 ആണ്, 5⁻1 ആണ് 5, 5⁻2 ആണ് 25, 5⁻2, 5⁻3 ആണ് 125. അപ്പം നമ്മളടുത്ത് ഇപ്പം 172 × 5 എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, 170/2 എന്ന് എഴുതും. അല്ല, 170 എന്ന് 1720/2 എന്ന് എഴുതും. അത് വെട്ടുമ്പോൾ എത്ര കിട്ടും, 60, 860 എന്ന് കിട്ടും. കിട്ടിയാ? സോ ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ വരെയാണ്.
48 ഇൻറ്റു 25 എന്ന്. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? 48 ഇൻറ്റു 100/4 എന്ന് എഴുതും. 4ഉം 48ഉം വെട്ടിപ്പോയാൽ എത്ര? 12,200 എന്ന് കിട്ടും, 1200 എന്ന് കിട്ടും. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 744 ഇൻറ്റു 125. സോ നമ്മൾ നേരെ എന്ത് എഴുതും? 44,000 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഇത് വെട്ടുമ്പോൾ എത്ര കിട്ടും? 93 എന്ന് കിട്ടും അല്ലേ? അപ്പം 93,000 എന്ന് കിട്ടും. എന്ത് എളുപ്പമെന്ന് നോക്കിയാൽ, നമ്മൾ ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമില്ല. 5 എന്ന് കാണുമ്പോൾ നമ്മൾ 10/2 എന്ന് എഴുതും. 25 എന്ന് പറയുമ്പം 100/4 എഴുതും. 125 എന്ന് പറയുമ്പോൾ 1000/8 എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 11 എഴുതാം. എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ നമ്പർ ബൈ 11 എഴുതാം. 11 വെച്ച് നമ്മൾ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്കൊരു ആൻസർ കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. 23 ഇൻറ്റു 11 എഴുതാൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 2 എഴുതും, ലാസ്റ്റ് ഇവിടുത്തെ 2 ആദ്യം എഴുതും, ലാസ്റ്റ് 3 എഴുതും. എന്നിട്ട് എന്തോ ചെയ്യും? ഇത് രണ്ടും കൂടി കൂട്ടി നടുക്ക് എഴുതും. അപ്പോൾ എത്ര? 2, 5, 3 എന്ന് കിട്ടും. മനസ്സിലായ? ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കിട്ടി, 79 ഇൻറ്റു 11. അപ്പോൾ 7 ആദ്യം എഴുതും, 9 ലാസ്റ്റ് എഴുതും. then ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 6 ഇവിടെ എഴുതും, 1 ശിഷ്ടമായിട്ട്. അപ്പോൾ നമുക്ക് എത്ര എഴുതാം? 869 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് അടുത്തത് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് എടുക്കാം? നമുക്കൊരു നമ്പർ പറയാം, 123 എടുക്കാം. ഒരു 3 ഡിജിറ്റ് നമ്പർ, 123 ഇൻറ്റു 11. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്പർ എടുത്ത് എഴുതും. ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പം ഈ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം. അപ്പോൾ എത്ര? 3 + 5 എത്ര? 3 + 2 എത്ര? 5. അത് നമ്മൾ നടുക്ക് എഴുതണം. ദെൻ അടുത്ത നമ്പർ 2 + 1 എത്ര? 3. അത് ഇതാ അടുത്തെഴുതണം. അപ്പം 1353 എന്ന് കിട്ടും. അടുത്ത നമുക്ക് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 1, 2, 3, 4, 5, 6 ഇൻറ്റു 11 ചെയ്യാം. അപ്പോൾ അതെന്തോന്നായിരിക്കും? 1 ലാസ്റ്റ് എഴുതും, 1 ആദ്യം എഴുതും, പിന്നെ ലാസ്റ്റ് എഴുതും. ഇത് രണ്ടും കൂടി കൂട്ടും. അപ്പോൾ 11, 1 ശിഷ്ടം വന്നു. ദെൻ 5 + 4 എത്ര? 9. 3 + 4 എത്ര? 7. 3 + 2 എത്ര? 5. 3 + 2 എത്ര? 2 + 1 എത്ര? 3. ഇവിടുത്തെ 1 ഇവിടെ ആയിപ്പോയി. അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. സോ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കല്ലേ, 6, 1, 0. കാരണം എന്താണ്? ശിഷ്ടം ഇട്ടിരിക്കല്ലേ, 8, 5, 1, 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ തന്നെ ഇങ്ങനെ 13,58,016 എന്ന് എഴുതാം. അപ്പോൾ എനിക്കെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടുക ഇതിൻ്റെ ആൻസർ 6, 3, 5, 8, 2, 7 ഇൻറ്റു 11. ഇത് എത്രയാണെന്ന് എനിക്ക് കമൻറ്റ് ബോക്സ് ഇട്ടുക. അടുത്ത നമുക്ക് ടൈപ്പ് 3 ചെയ്യാം. ടൈപ്പ് 3 നമ്മളെ ബേസ് മോഡൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പം, ഇപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 101 ഇൻറ്റു 102 എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 101ഉം 102ഉം ഇതിന് നമുക്ക് 100ൽ നിന്ന് എത്ര കൂടുമ്പോഴാണ് 101 + 1. ദെൻ 102 100ൽ നിന്ന് എത്ര കൂടുമ്പോഴാണ് 1 + 2 അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ 101 + 2 ചെയ്യണം, അല്ലെങ്കിൽ 102 + 1 2 ചെയ്താലും 103 കിട്ടുന്നത് അല്ലേ? 101 + 2 എത്ര? 103. അപ്പം 103 എന്ന് നമ്മൾ എഴുതുക. 103 എന്ന് എഴുതിയാ 103. കാരണം 110 ഇൻറ്റു 101 + 1 ഓർ 102 + 1 എന്നോ നമുക്ക് എഴുതാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 103 ഇൻറ്റു 100 എന്ന് എഴുതണം. കാരണം 100ൽ നിന്നാണ് നമ്മൾ കൂട്ടിയത്. പ്ലസ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, 1 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടും? 10,300 + 2 കിട്ടും. അപ്പം 10,302 ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായ? എങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മളടുത്ത് ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 107 ഇൻറ്റു 109 എന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ ബേസ് എത്രയാണ് എടുത്തത്? 100 ആണ് നമ്മളെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം 107ഉം 109ഉം. അപ്പം എത്ര കൂട്ടി? 100ൽ നിന്ന് 7 കൂട്ടി. ഇതെത്ര കൂട്ടി? 9 കൂട്ടി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ അല്ല, അഡീഷൻ ചെയ്യണം. അപ്പോൾ 107ൽ നിന്ന് 9 കൂട്ടിയ എത്ര? 116. 109ൽ നിന്ന് 7 കൂട്ടിയ 116. അപ്പം 116 ഇൻറ്റു ബേസ് 100 പ്ലസ് 9 ഇൻറ്റു 7 എത്ര? 63. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 11600 പ്ലസ്
63 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 11,663 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായ? ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മളടുത്ത് ഇപ്പം ചോദിക്കുകയാണ്, മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 106 × 93 ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ 106 എഴുതും, 93 എഴുതും. നമ്മളെ ബേസ് എത്രയായിട്ട് എടുക്കും? ബേസ് 100 ആയിട്ട് എടുക്കും. 100 അല്ലേ അടുത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 100 ആക്കി എഴുതിയ +3 ഇവിടെയും, കാരണം 100ൽ നിന്ന് +6 കൂട്ടിയാലാണ് 106. 100ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴല്ലേ 93. അപ്പം -7 കുറയ്ക്കുമ്പോൾ ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. 106 - 7 എത്ര? 99. 99 × 100 + 6 × -7. അപ്പോൾ എത്ര കിട്ടും? 9900 - 42. അപ്പോൾ എത്രയെന്ന് കിട്ടും? 9858 എന്ന് കിട്ടും. മനസ്സിലായ? സോ ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതാ വേറൊരു ക്വസ്റ്റ്യൻ, നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 102 × 89. ഇത് ചെയ്തിട്ട് എനിക്ക് ഹോംവർക്കായിട്ട് ചെയ്തിട്ട്, ഹോംവർക്കല്ല ഇപ്പം ഇരുന്ന് ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സ് ഇട്ടുക. സോ അടുത്ത് നമുക്ക് സ്ക്വയേഴ്സിനെ പറ്റി പഠിക്കാം. സ്ക്വയേഴ്സിനെ പറ്റിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ആദ്യം നമ്മൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാനുള്ളതാണ്. അറിഞ്ഞുകൂടാത്തൊരു കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞു തരാം. സ്ക്വയേഴ്സ് എൻഡിങ് വിത്ത് 5 എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാമോ? നമുക്കിപ്പം 15ൻ്റെ സ്ക്വയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ലാസ്റ്റ് ഈ 5ൻ്റെ സ്ക്വയർ എഴുതും. എത്ര? 5ൻ്റെ സ്ക്വയർ 25. ദെൻ ഇവിടെ എന്തോന്ന് എഴുതും? 1 × 2, 1ഉം അതിൻ്റെ അടുത്ത് കിടക്കണ നമ്പറും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 225 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഇപ്പോൾ നമ്മളടുത്ത് 25ൻ്റെ സ്ക്വയർ, ഇപ്പം 35ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ 5ൻ്റെ സ്ക്വയർ ലാസ്റ്റ് എഴുതും. ദെൻ അടുത്ത് 3 × 4 ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോൾ എത്ര? 1225 കിട്ടിയില്ലേ? അടുത്ത നമുക്ക് 65ൻ്റെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 25 ലാസ്റ്റ് എഴുതും. ദെൻ 6 × 7 എത്ര? 42. അതെടുത്ത് നേരെ ഫ്രണ്ടിലെഴുതും. ഇത്ര എളുപ്പമാണ്. ഇപ്പോൾ നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 115ൻ്റെ സ്ക്വയർ എത്രയാണ്? അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? 5ൻ്റെ സ്ക്വയർ ലാസ്റ്റ് എഴുതും. ദെൻ ഫസ്റ്റത്തെ വാല്യൂസ് എത്ര? 11 × 12 എത്രയാടാ? 1 2 3 അല്ലേ? അപ്പം 132. എടാ നമുക്ക് ഇപ്പോൾ ഇത് ഇത്രയും വലിയ വാല്യൂ ആവോ ഇല്ലയെന്ന് ഡൗട്ട് ആവുകയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? 110ൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എത്ര? 121 00. അപ്പോൾ 3 5 ടൈംസ്. അപ്പം 3 5 വേറൊരു നമ്പർ വരെയാണ് 165ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ലാസ്റ്റ് 25 എഴുതും. മുമ്പിൽ എന്തോ 16 × 7 എന്ന് ചെയ്യും. അപ്പോൾ എല്ലാവരും വിചാരിക്കും, അയ്യോ ഇനി 16 × 17 ചെയ്യാൻ നല്ല പാടല്ലേ? ഒരു പാടുമില്ലടാ, അത് ഇത്ര എളുപ്പമായിട്ട് ചെയ്യാം. 16 × 16 + 1 എന്ന് നമുക്ക് എഴുതിക്കൂടെ? 17. അപ്പം 16 സ്ക്വയർ + 16 എത്ര? 256 + 16. അപ്പോൾ എത്ര കിട്ടി? 172 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടി? 172 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 172 നേരെ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതണം. 27,225 എന്ന് നമുക്ക് പറയണം. ഇത്ര എളുപ്പമാണ്. എത്ര? 5 എൻഡിങ് സ്ക്വയർ എൻഡിങ് വിത്ത് 5. എങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു തരോ? ആറാമത്തെ ഒരു 225ൻ്റെ സ്ക്വയർ എത്രയെന്നൊന്ന് കണ്ടുപിടിച്ച് തരോ? അപ്പോൾ നമുക്ക് അടുത്ത സ്ക്വയർ എന്തോന്ന് കണ്ടുപിടിക്കാം? 25 തൊട്ട് നമുക്ക് 75 വരെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു എളുപ്പ വഴിയാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് പൊതുവെ. അപ്പം നിങ്ങൾ എന്തായാലും 1 to 25ൻ്റെ സ്ക്വയർ വരെ എന്തായാലും കാണാതെ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പം 25ൻ്റെയും 75ൻ്റെ ഇടയ്ക്ക് വരാണെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ വരാണ് 73ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട 73 × 73 ചെയ്യും, പൊട്ടത്തെറ്റ് ചെയ്യും. നമുക്ക് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ 50 ആയിട്ട് എടുക്കും. 50 ആദ്യം എടുക്കും. 50ൽ നിന്ന് എത്ര കുറഞ്ഞിട്ടാണ്? 43. 7 അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ എന്തോന്ന് എഴുതും? ഈ 7ൻ്റെ സ്ക്വയർ എഴുതും. ദെൻ ഈ സൈഡിൽ നമ്മൾ 25. എന്തോന്നാണ്? 25. ഇത് ഒരിക്കലും മറക്കല്ലേ. നമ്മുടെ 25ൻ്റെ 75ൻ്റെ ഇടയിൽ ഏത് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ 25 - 7 ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. ഇവിടെ എത്ര? 7 സ്ക്വയർ 49 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആൻസർ എത്ര? 1849 കിട്ടും. 1849 കിട്ടും. അപ്പോൾ നമ്മൾ 32 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? 50 - 32 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടും. സോ നമ്മൾ നേരെ രണ്ടായിട്ട് എഴുതി 12ൻ്റെ സ്ക്വയർ. ദെൻ 25ൽ നിന്ന് 12 കുറച്ചാൽ എത്ര?
13 144. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 1444. എടാ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു, 1344 എന്ന് ഇടുമെന്ന്. അങ്ങനെ ഇടൂല. കാരണം എന്താണ്? നമ്മുടെ 40ൻ്റെ സ്ക്വയർ നിങ്ങൾ എടുത്ത് നോക്കി നോക്ക്, 4 ഡിജിറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? 13 144. അപ്പം 4 4 4 1 അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായ? ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യണേ. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എത്ര? ഒരു 47ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ 50 - 47 എത്ര? 3. നമ്മൾ നേരെ എഴുതുന്നു 3ൻ്റെ സ്ക്വയർ 25 നിന്ന് നമ്മൾ 3 കുറയ്ക്കും. അപ്പോൾ എത്ര? 22ഉം 9. ഇപ്പോൾ 229 എന്ന് എഴുതി വെക്കില്ല, പൊട്ടത്തെറ്റാണ്. അപ്പം നമ്മൾ എന്തോന്ന് എഴുതും? 2209 എന്ന് എഴുതും. മനസ്സിലായ? അതേ പക്ഷേ നമ്മളടുത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതും കൂടി ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എങ്കിൽ നീ പറ 54ൻ്റെ സ്ക്വയർ എന്തോന്നാണ്? അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? 50 നിന്ന് എത്ര കൂട്ടുമ്പോഴാണ് എന്തോന്ന് 54 കിട്ടണം? 4 കൂട്ടുമ്പോഴാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നേരത്തെ പോലെ 4ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് 25 + 4 ആയിരിക്കും. നേരത്തെ മൈനസ് കുറവായിരുന്നോണ്ട്. അപ്പം 29 16 2916 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നമ്മൾ 73ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. നേരെ വരയ്ക്കും. 50 നിന്ന് എത്ര കുറഞ്ഞിട്ടാണ് 75? 23. അപ്പോൾ 23ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതി. 73 നിന്ന് നമ്മൾ എന്തോ 73 അല്ലല്ല 25 നമ്മൾ 23 കൂട്ടി. അപ്പം 48ഉം 529 ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 15,329 കിട്ടും. മനസ്സിലായ? നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടില്ല, 15,000. അതെങ്ങനെ വന്ന്? 49 നിന്ന് 529 കൂട്ടുകയാണെങ്കിൽ 9 2 3 1 5329 കിട്ടും. കാരണം 70ൻ്റെ സ്ക്വയർ എത്രയാണ്? 4900 അല്ലേ? ഇപ്പം നമ്മളിത് സ്ക്വയേഴ്സ് എബോവ് 75 എന്ന് ചോദിച്ചാൽ നമ്മൾ 99ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നേരത്തെ പോലെ 50 അല്ല എടുക്കണം. 100ൽ നിന്ന് എത്ര കുറവാണ്? 1 കുറവാണ്. സോ നമ്മൾ നേരെ താണ്ട വരയ്ക്കുന്നു, 1ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഇവിടെ നേരത്തെ എത്രയെന്നാണ്? 25 എന്നല്ല എഴുതിയത്. അതിന് പകരം നമ്മൾ ഇതേ നമ്പർ എടുത്ത് എഴുതും. 99ൽ നിന്ന് 1 കുറയ്ക്കും. അപ്പോൾ 98ഉം 1ഉം. അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും? 9801 ആയിരിക്കും. അടുത്ത നമുക്കിപ്പം 87ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ 100ൽ നിന്ന് എത്ര കുറവാണ്? 87 13 വട്ടം. സോ നമ്മൾ നേരെ വരയ്ക്കുന്നു, 13ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതുന്നു. ഇവിടെ 87ൽ നിന്ന് 13 കുറയ്ക്കുന്നു. അപ്പോൾ എത്ര? 4 74 169. അപ്പോൾ കൂട്ടുമ്പം 7569 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോഴേക്കും നിങ്ങൾ ചോദിക്കും, സാറേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ 101ൻ്റെ സ്ക്വയർ എത്രയാണ്? അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? 101ൽ നിന്ന് എത്ര? 100ൽ നിന്ന് എത്ര കൂടുതലാണ്? 101 111 11 കൂടുതലാണ്. അപ്പോൾ നേരെ എഴുതുന്നു, 11ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതുന്നു. 111 - 11 ചെയ്യുന്നു. 111 മൈനസ് അല്ല, ഇവിടെ കൂടുതലായതുകൊണ്ട് പ്ലസ് ചെയ്യും. 2 2 1 2. അപ്പോൾ നമ്മൾ 11ൻ്റെ സ്ക്വയർ എത്ര? 121. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? ചേർത്ത് എഴുതി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12321 എന്ന് കിട്ടും. മനസ്സിലായ? ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 107ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? 100ൽ നിന്ന് എത്ര കൂടുതലാണ് 7? 107 7 വട്ടം. അപ്പം നമ്മൾ നേരെ വരയ്ക്കുന്നു, 7ൻ്റെ സ്ക്വയർ എഴുതുന്നു. ഇവിടെ കൂടുതൽ 100നെക്കാട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ എന്തോ 107ൽ നിന്ന് 7 കൂട്ടുന്നു. അപ്പോൾ 114ഉം 49. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 110ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കണം. 121 2 0. അപ്പോൾ എത്രയാണ്? 3 5 എണ്ണം വരെ. അപ്പോൾ ഇവിടെ എത്ര? 3 5. അപ്പോൾ നമുക്ക് 11,449 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ 5 നമ്പേഴ്സ് വരാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? പ്ലസ് ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പെർസെൻറ്റേജ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം പെർസെൻറ്റേജിലാണ് നമുക്ക് അരിത്തമെറ്റിക്സ് ആയാലും ഈ നമ്മുടെ ഏതൊരു LRDA ക്വസ്റ്റ്യൻസ് ആയാലും ഓൾമോസ്റ്റ് പെർസെൻറ്റേജിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/1 to 1/130 വരെയുള്ള ഫ്രാക്ഷൻസിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ പഠിക്കണമെന്ന്. അത് എന്തായാലും നിങ്ങൾ പഠിക്കണം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ 1/1 എന്ന് പറയുന്നത് 100%, 1/2 എന്ന് പറയുന്നത് 50%. ഇതെങ്ങനെ വന്നതെന്നറിയാമല്ല, 50 ഡിവൈഡഡ് ബൈ 100. ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100 താഴെ എഴുതും. അതാണ് സെൻറ്റ് എന്ന് പറയുമ്പോൾ 100 എന്നാണ്. അത് 1/3 എന്ന് പറയുമ്പോൾ 33.33
പെർസെൻറ്റേജ്, അതിനെ നമുക്ക് 33 1/3% എന്ന് പറയാം. ദെൻ 1/4 എന്ന് പറയുന്നത് 25%, ദെൻ 1/5 എന്ന് പറയുന്നത് 20%, 1/6 എന്ന് പറയുന്നത് 16.66%, അതിന് നമുക്ക് 16 2/3% എന്ന് എഴുതാം. അടുത്ത നമുക്ക് 1/7 പഠിക്കാം. 1/7 14.23% എന്ന് പഠിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് 1/8 12.5%, ദെൻ 1/9 എന്ന് പറയുന്നത് 11.11%, അതിന് നമുക്ക് 1/9% എന്ന് എഴുതാം. ദെൻ 1/10% എന്ന് പറയുമ്പം 10%, 1/11% എന്ന് പറയുമ്പം 9/1/11%. ഇങ്ങനെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയാണ്. പിന്നെ 1/12 എന്ന് പറയുന്നത് 8.33, ദെൻ 1/13 എന്ന് പറയുന്നത് 7.69 7 പോയിൻ്റ് ആണ്. ദെൻ 1/14 എന്ന് പറയുന്നത് 7.14, ദെൻ 1/15 എന്ന് പറയുന്നത് 6.67. ഇങ്ങനെ 1/30 വരെയുള്ള എല്ലാ പെർസെൻറ്റേജും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതുവരെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മിക്ക ക്വസ്റ്റ്യൻസിലും നമ്മൾ കണ്ടുവരുന്നത് 15 വരെ ഉള്ളതാണ്. കാറ്റ് എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 1/30 വരെയുള്ള പെർസെൻറ്റേജ് കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം. നമുക്കിപ്പോൾ ഷോർട്ട് കട്ട്സും യൂസ് ചെയ്യാം. ഇപ്പം 1/30 എന്ന് പറയുന്നത് ഈ 1/3 ഇൻറ്റു 1/10 ചെയ്യുന്നതല്ലേ, അതേപോലെ നമുക്ക് ഇവിടെയും 1/10 ചെയ്യാം. അപ്പോൾ എന്തോന്ന് കിട്ടും? 3.33% എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ ഇക്വേഷൻസും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് 1/2 = 50 എന്ന് കിട്ടിയില്ലേ, അതിനെ നമുക്ക് 1/4 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻറ്റു 1/2 അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡും 1/2 ചെയ്യണം. അപ്പോൾ 50/2 എത്ര? 25%. അതല്ലേ ഇതാ കിടക്കുന്നത്. അതേപോലെ നമുക്ക് ചെയ്യാം. ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എന്താ 1/7 നമുക്ക് 1/14 ആക്കാൻ വേണ്ടി ഇൻറ്റു 1/2 ചെയ്താൽ ഇപ്പുറത്ത് ഇൻറ്റു ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 7.14 എന്ന് കിട്ടും. 7.14 അതല്ലേ ഇവിടെ കിട്ടിയത്. സോ ഇത്ര എളുപ്പമാണ്. സോ നിങ്ങൾ പെർസെൻറ്റേജ് പഠിച്ചേ പറ്റുള്ളൂടാ. അടുത്ത നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുമ്പം A% of B = B% of A എന്ന് പറയുമ്പം ഇപ്പം 55% of 20 എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 55 / 100 × 20 എന്ന് എഴുതണ്ടേ. അതിനെക്കാട്ടി നമുക്ക് എങ്ങനെ എഴുതാം? 20% of 55 എന്ന് എഴുതാം. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് നേരെ 1/5 × 55 എന്ന് പറയുമ്പോൾ നേരെ വെട്ടിക്കളഞ്ഞു എഴുതാണ്ടാവും. 11 കിട്ടി. 11 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഇവിടെ ആണെങ്കിൽ നമ്മൾ വീണ്ടും 5 വെച്ച് ചെയ്യണം, ദെൻ വീണ്ടും 11, അങ്ങനെ കുറേ ടൈം എടുക്കും. അല്ലെങ്കിൽ ഈ 55ൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 55/100 ചെയ്യണം, ദെൻ 11/20, 20 × 20 20 വെട്ടിപ്പോയി. അങ്ങനെ ചെയ്യാം. ബട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 20% of 55 ചെയ്തൂടെ? അടുത്ത് നമ്മളടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കണതാണ് A is what percentage of B? A എന്ന് പറയുന്ന ബീൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? A എന്ന് പറയുന്ന ബീൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബിയുടെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പം A/B × 100 എന്ന് എഴുതും. 100 എന്ന് പറയുമ്പോൾ നമ്മൾ A/B പെർസെൻറ്റേജ് എടുത്താൽ മതി. അതാണ് ഞാൻ × 100 എടുത്തത്. മനസ്സിലായ? സോ എന്ത് എളുപ്പമെന്ന് നോക്കിയേ. ഇത്ര എളുപ്പമാണ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് 100% of 100% എന്തോന്നില്ല 269 269 × 100% എന്ന് പറയുമ്പോൾ 100/100 ഇത് രണ്ടും വെട്ടിപ്പോയാൽ 1. അപ്പം 269. സോ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? ഇതിൻ്റെ 26.9 എന്ന് എടുക്കും. 1 കുറയ്ക്കുന്നു, ഒരു പോയിന്റ് മാറ്റിയിടുന്നു. അടുത്ത് 1% എന്ന് പറയുമ്പോൾ 2 എണ്ണം മാറ്റിയിടുന്നു, 2 പോയിന്റ് 2.69 എന്ന് വരും. സോ ഇത് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാണ് 42% of 365 എന്നൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും 42 / 100 × 365 എന്ന് ചെയ്യുന്നു. ദെൻ പിന്നെയും വെട്ടിക്കളയുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അത് കുറേ ടൈം എടുക്കും. സോ അതിനെക്കാട്ടി നമ്മളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. 40% of 365 + 1% എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 42%നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് 40 + 1 + 1 % എന്നാക്കും. അപ്പം 1% of 365 + 1% of 365 എന്ന് ചെയ്യും. സോ അപ്പം 40% of 625 എന്ന് പറയുമ്പോൾ 40% എന്ന് പറയുമ്പോൾ എന്തോന്നാണ്ടാ
20% എന്ന് പറയുമ്പോൾ എന്താണ് 1/5 ആണ്. അപ്പം ഇത് 40% എന്ന് പറയുമ്പോൾ × 2 ആണ്. അപ്പോൾ ഇവിടെ × 2 ചെയ്യും. അപ്പം 2/5 ആണ്. അപ്പോൾ നമുക്ക് 2/5 × എത്ര 365 എന്ന്. അപ്പോൾ ഇവിടെ 5 വെച്ച് വെട്ടിക്കളയുമ്പോൾ എത്ര കിട്ടും? 73 എന്ന് കിട്ടും. പ്ലസ് 3.65 പ്ലസ് 3.65. അപ്പം 73 × 2 അല്ലേ? 72 × 2 എത്ര? 146 പ്ലസ് 7.3. അപ്പം നമുക്ക് എത്ര കിട്ടും? 153.3 എന്ന് കിട്ടും. മനസ്സിലായ? സോ ഇത് നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്തായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. എടാ അപ്പോഴും നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. 21% ഓഫ് 450. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 21/100 ഫോർ 540 0 വെട്ടിക്കളഞ്ഞ് ഇതാ ഇവിടുത്തെ 5ഉം 27ഉം വെട്ടി അല്ലേ? എന്നിട്ട് നമ്മൾ എന്തോ 27 × 21 × 27 ചെയ്യും. ഇതേപോലത്തെ നമ്പർ കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇതേപോലത്തെ ഈ നമ്പേഴ്സിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്തോന്നറിയാമോ? ഇതിൻ്റെ നടുക്ക് ഏതെങ്കിലും ഒരു നമ്പർ എന്തായാലും കാണും. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക്. അതെങ്ങനെ കണ്ടുപിടിക്കും? 27 പ്ലസ് 21 അപ്പോൾ 8 48/2 എത്ര? 24ൻ്റെ നടുക്കായിരിക്കും ഈ രണ്ട് നമ്പേഴ്സും. 24ൽ നിന്ന് 3 കുറച്ചാൽ 21, 24ൽ നിന്ന് 3 കൂട്ടിയ 27 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 24 - 3 എന്നും 24 + 3 എന്നും എഴുതാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഇല്ലടാ. a - b × a + b എന്ന് പറയുന്നത് എന്താണ്? a² - b² ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ 24² - 3² എന്ന്. അപ്പോൾ എത്ര കിട്ടും? 576 - 9 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 567 എന്ന് കിട്ടും. സോ 567 നമ്മൾ 5 ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ 5 അത് വിട്ടുപോകൽ. 5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1134 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ നോർമൽ മെത്തേഡ്. ഇനി നമ്മൾ പറഞ്ഞ നമ്മളെ ഷോർട്ട് കട്ട് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ എഴുതാം? 21നെ 20% ഓഫ് 540 പ്ലസ് 1% ഓഫ് 540 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 20% എന്ന് പറയുമ്പോൾ 1/5 ഓഫ് 540. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയുമ്പം 108 പ്ലസ് എത്ര? 5.4. അപ്പോൾ നമുക്ക് 43111. അപ്പം 113.4 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ അതല്ലേ ഇവിടെയും കിട്ടിയത്. സോ 2 ഈക്വൽ അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ കിട്ടിയതാണ് ഇതാണ്. ഇതൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ല കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളടുത്ത് ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും ഇപ്പം 78% ഓഫ് 280 ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആയിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഡൗട്ട്. അപ്പം നമ്മൾ എന്തോ ചെയ്യും? 50 + 10 + 10 + 8% എന്ന് നമുക്ക് എടുത്തൂടെ? ഓഫ് 280 എന്ന് എടുത്തൂടെ? സോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നല്ല ടൈം എടുക്കും. സോ അതിനെക്കാട്ടി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? 80 - 2% ഓഫ് 280 എന്ന് എടുക്കാം. അപ്പം 80% ഓഫ് 280 മൈനസ് 2% ഓഫ് 280 എന്ന് എടുത്തൂടെ? അപ്പോൾ നമുക്ക് 80% എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? നമ്മുടെ 20% എന്ന് പറയുന്നത് 1/5 അല്ലേ? അപ്പം × 4 അല്ലേ 80%. അപ്പോൾ ഇവിടെ × 4 ചെയ്താൽ മതി. അപ്പം 4/5%, 4/5 ആയിരിക്കും നമ്മളെ ഫ്രാക്ഷൻ. സോ 4/5 × 280 മൈനസ് 2/100 ഓഫ് 280. സോ നമ്മൾ എന്ത് ചെയ്യും? ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 2 ഇവിടെ കട്ട് ചെയ്യണം ഞാൻ. അപ്പോൾ എത്ര എളുപ്പം? 5ൽ 3 6. സോ നമ്മൾ എഴുതുമ്പോൾ എത്ര കിട്ടും? 224 മൈനസ് ഇവിടെ കട്ട് ചെയ്ത് 5.6 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര കിട്ടും? ഇതിൽ നിന്ന് കുറയ്ക്കുമ്പം 218.4 എന്ന് നമുക്ക് കിട്ടും. സോ ഇത്ര എളുപ്പമാണ് പെർസെൻറ്റേജ്. അടുത്ത നമുക്ക് 81 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 310 എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? 81 വാട്ട് പെർസെൻറ്റേജ് ഓഫ് 31 ആണ്. 81 310ൻ്റെ എത്ര ശതമാനം എന്നാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? 81 ഡിവൈഡഡ് ബൈ 310 × 100 ചെയ്യണം. ഈ ഡിവിഷനാണ് ഷോർട്ട് കട്ട്സ് കുറവായിട്ടുള്ളത്. ഏറ്റവും പാടായിട്ടുള്ള വലിയ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഡിവിഷൻ ആയിരിക്കും പാട്. നമ്മൾ
കാറ്റിനാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. കാറ്റിൻ്റെ കാൽക്കുലേറ്റേഴ്സിൻ്റെ ഷോർട്ട് കട്ടിനെ പറ്റി നമുക്കൊരു വീഡിയോ ഇടുന്നതാണ്, അത് കയറി കാണേണ്ടതാണ്. അപ്പം ഇത് ചെയ്ത് തീർക്കാൻ കുറേ ടൈം എടുക്കും. സോ അതിന് നമുക്കൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അത് നമുക്ക് ചെറിയൊരു ഷോർട്ട് കട്ടാണ്, അത് എല്ലാവരും യൂസ് ചെയ്യണതാണ് മാക്സിമം നല്ലത്. സോ 310 എത്ര പെർസെൻറ്റേജ് ആണ് 81 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10% ഓഫ് 310 എടുക്കാം. അപ്പോൾ എത്രയായിരിക്കും? 31 ആയിരിക്കും. അപ്പോൾ നമുക്ക് 20% എടുത്താലാ ഇതിൻ്റെ 62 ആയിരിക്കും. 30% എടുത്താലാ എത്രയായിരിക്കും? 93 ആയിരിക്കും അല്ലേ? 30% ഓഫ് 310. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതല്ലേടാ നമ്മുടെ 81. സോ വിച്ച് ഈസ് ദി വാല്യൂ പെർസെൻറ്റേജ് വിൽ ലൈസ് ബിറ്റ്വീൻ 20 and 30%. അപ്പം നമുക്ക് 2 കണ്ടീഷൻസ് വരാം. 20 to 25 ഇടയ്ക്കും വരാം, 25 to 30 ഇടയ്ക്കും വരാം അല്ലേ? അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം, ഇത് ഏതിൻ്റെ ഇടയ്ക്കായിരിക്കും വരുന്നത് 81? ഒരിക്കലും 20, 27, 25 ആയിരിക്കില്ല. കാരണം 62 നല്ല ഗ്യാപ്പുണ്ട് 81 വരെ. സോ നമ്മൾ അപ്പം 93 അടുത്തല്ലേ 81. സോ നമ്മൾ എന്തോന്ന് ചൂസ് ചെയ്യും? നമ്മുടെ 25 30 ഇടയ്ക്കായിരിക്കും നമ്മുടെ പെർസെൻറ്റേജ് ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കും. സോ ഇത് നമുക്കിപ്പം കിട്ടി. ഇപ്പം നമ്മളടുത്ത് ഒരു ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇപ്പം നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഇപ്പം എന്തോ നോക്കാം, 23, 21, ദെൻ 26, ദെൻ 19 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉടനെ എന്തോന്ന് എഴുതാം? 26 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. കാരണം എന്തോന്നാണ്? വിച്ച് ഈസ് ബിറ്റ്വീൻ 25 and 30 എന്ന് എഴുതും. സോ നമ്മളത് എന്തായാലും മനസ്സിൽ വേണം. അപ്പം ഇത് നമുക്ക് കറക്റ്റായിട്ടല്ല നമുക്ക് പെർസെൻറ്റേജ് കിട്ടിയത്. പെർഫെക്റ്റ് വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 20% ഓഫ് 310 എന്ന് പറയുന്നത് നമ്മൾ 62 ആണ്. അപ്പം ഇനി റിമൈനിങ് എത്ര കാണും? റിമൈനിങ് എന്തോന്നിന്ന് 81 62 റിമൈനിങ് എത്ര? 19 ആയിരിക്കും നമ്മളെ റിമൈനിങ്. അപ്പോൾ റിമൈനിങ് കണ്ടുപിടിച്ചാൽ നമ്മളെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടൂലേ? അപ്പം നമുക്ക് അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഒരു മിനിറ്റ്. അപ്പം നമുക്ക് 1% ഓഫ് 310 എന്ന് പറയുന്നത് എത്രയാണ്? 3.1 ആണ് അല്ലേ? അപ്പം നമുക്കിനി കിട്ടേണ്ടത് 19 ആണ്. അപ്പോൾ ഇവിടെ 19 ആണെങ്കിൽ നമ്മൾ ഇൻറ്റു 6 ചെയ്യണം. അപ്പം 18.6 എന്ന് കിട്ടും. ഇതേ പക്ഷേ നമ്മളിവിടെ 7 ചെയ്താൽ 21 ആയിപ്പോവും. അപ്പം ഒരിടത്ത് ചെയ്താൽ പോരാ, ഈ വശത്തും 6 ചെയ്യണം. അപ്പോൾ 6% ഓഫ് 310 എന്ന് കിട്ടും. മനസ്സിലായ? സോ നമ്മൾ അടുത്ത് കിടക്കണ വാല്യൂ 19 അടുത്ത് കിടക്കണ വാല്യൂ മതി. അപ്പോൾ നമുക്ക് 6% കിട്ടി. അപ്പോൾ നമ്മളെ 20% എന്ന് പറയുന്നത് 62ഉം 6% എന്ന് പറയുന്നത് 18.6ഉം കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 80.6 കിട്ടും അല്ലേ? 80.6. ഇവിടെ ആണെങ്കിലോ 26% കിട്ടും. സോ അപ്രോക്സിമേറ്റ്ലി നമ്മൾ 81 അടുത്ത് കിടക്കണമല്ലേ 80.6. ഇതിന് വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 81 എന്ന് പറയാൻ പറ്റും. സോ നമ്മുടെ ആൻസർ വിൽ ബി 26%. എന്ത് എളുപ്പം നോക്കിയേ. ചെറിയൊരു പാടാണെന്നെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സെറ്റ് ആക്കിയേ പറ്റുള്ളൂ. കാരണം ഡിവിഷൻ നമുക്ക് വേറെ ഒരു രീതിക്കും ചെയ്യാൻ പറ്റില്ല. അവിടെ അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? സെയിം മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യണം. 251 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 1850? 251 ഡിവൈഡഡ് ബൈ 1815 ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ അതിന് നല്ല ടൈം എടുക്കും. സോ അതിനുവേണ്ടി നമ്മൾ പഠിച്ച എന്തോന്നാണ് മെത്തേഡ്? നമ്മൾ ആദ്യം എന്തോ ചെയ്യും? 10% ഓഫ് ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 251 എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് 10% ഓഫ് 1815 ചെയ്യണം. ഓഫ് ആണ്, മാറിപ്പോയേ. നമുക്ക് ഇങ്ങോട്ട് എഴുതാം. സോ 10% ഓഫ് 1815 നമുക്ക് എങ്ങനെ എഴുതാം? 181.5 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ 20% ഓഫ് 1815 എന്ന് പറയുന്നതിന് നമുക്ക് ഇതിൻ്റെ ഡബിൾ എടുക്കാം. അപ്പോൾ എത്ര കിട്ടും? 363.0 കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ വാല്യൂ ഇതിൻ്റെ ഇടയിലല്ലേ? നമ്മുടെ 251 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലല്ലേ വാല്യൂ? അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം? വിച്ച് ഈസ് ബിറ്റ്വീൻ 10 to 25 എന്ന്. 10ൻ്റെയും 20ൻ്റെയും ഇടയ്ക്കാണ് നമ്മളെ വാല്യൂ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് 10%ൻ്റെയും
15%-ൻ്റെ ഇടയ്ക്കും ആവാം, 15%-ൻ്റെയും 20%-ൻ്റെ ഇടയ്ക്കും ആവാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തോന്ന് മനസ്സിലാവും, 181-ൻ്റെ അടുത്തല്ലേ 551 കിടക്കണം, അല്ലാതെ 663-ൻ്റെ അടുത്തല്ലല്ല. അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം, നമ്മൾ വിച്ച് ഈസ് ബിറ്റ്വീൻ ദി 10% to 15% എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിലായിരിക്കും പറഞ്ഞത്. നേരത്തെ പോലെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നേരെ കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഏതൊരു ബാങ്ക് എക്സാം ആയാലും നമ്മൾ ഇതേപോലത്തെ ട്രിക്സ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, 1% ഓഫ് 1815 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 18.5. അപ്പോൾ നമ്മൾ 4% എത്രയായിരിക്കും, ഇൻറ്റു 4 ചെയ്താൽ പോരെ, 72 എന്ന് കിട്ടൂലേ? അപ്പോൾ നമുക്ക് എന്തോന്ന് ചെയ്യാം, ഈ 10% ഉണ്ടല്ലോ, 10% അതിൽ നിന്ന് 72 കൂട്ടിയാൽ പോരെ. കാരണം നമ്മളിവിടുത്തെ 72 എങ്ങനെ എടുത്തത്, നമ്മളെ 251 ഞാൻ 181 കുറച്ച്, അപ്പോൾ 70 കിട്ടിയത്. സോ എനിക്കിവിടെ 70 കൊണ്ടുവരണം. അതിന് വേണ്ടിയാണ് ഞാൻ 1% ഓഫ് 18.15-ൻ്റെ എത്ര ഇതാണ് 70-ക്ക് അടുത്ത്. അപ്പം 70-ക്ക് അടുത്ത് 72 ആണ് പിന്നെ ഉള്ളത്. സോ 72 എനിക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം, 10% ഓഫ് 18.15 സോറി 10% എന്ന് പറയുന്നത് 181.5 എന്നും നമ്മുടെ 4% 72 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 81.5 + 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അത് എത്രയാണ്, 253 എന്ന് കിട്ടും. സോ വിച്ച് ഈസ്, അത് നമ്മുടെ 251-ൻ്റെ അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ എഴുതാം എന്തോന്ന്, 10% + 4% എന്ന്. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ, 14% ആണ് നമ്മുടെ ആൻസർ എന്ന്. സോ ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണെങ്കിലും നിങ്ങൾ ചെയ്ത് ശരിയാക്കിയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഡിവിഷൻ നമുക്ക് ഷോർട്ട് കട്ട്സ് കുറവാണ്.